ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ വികസനം മുരടിപ്പിക്കുന്ന MLAയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും മെല്ലെ പോക്ക് നയം അവസാനിപ്പിക്കുക, ജില്ലാ ആശുപത്രിയിൽ OP ടിക്കറ്റ് നിരക്ക് 5 രൂപയിൽ നിന്നും 10 രൂപ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചും അത്യാഹിത വിഭാഗം ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ആധുനിക സൗകര്യമൊരുക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുക, എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കുക, ഡയാലിസിസ് സൗകര്യം 3 ഷിഫ്റ്റാക്കി ഉയർത്തി രോഗികൾക്ക് പ്രയോജനപ്പെടുത്തുക, പ്രസവ വാർഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് രോഗികൾക്ക് തുറന്നു കൊടുക്കുക, സ്തംഭിച്ചിരിക്കുന്ന OP ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക, വടക്കാഞ്ചേരിയിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിനായുള്ള സൗകര്യങ്ങൾ ഉടൻ ആരംഭിക്കുക, എല്ലാ മരുന്നുകളുടെയും ലഭ്യത ഉറപ്പുവരുത്തുക, ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് ജില്ലാ ആശുപത്രിയുടെ മുൻവശത്ത് പ്രതിഷേധ ധർണ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച യോഗം DCC ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ആശുപത്രി ജനറൽ ഹോസ്പിറ്റലാക്കിയപ്പോൾ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി വേണം എന്നുള്ളത് അത് വടക്കാഞ്ചേരിക്ക് അതിന്റെ പിന്നോക്ക മേഖലയായതുകൊണ്ട് വടക്കാഞ്ചേരിക്ക് അതിന്റെ മുൻഗണന കൊടുക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രി ആയതിനു ശേഷം അന്നത്തെ മന്ത്രിയായിരുന്ന CN ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വലതുഭാഗത്ത് കാണുന്ന കെട്ടിടം കാഷ്വാലിറ്റി ബ്ലോക്ക് 3 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ താഴത്തെ നിലയാണ് ആദ്യം പറഞ്ഞത്. അന്ന് പണിയുമ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഒരു 3-4 നില ഫൗണ്ടേഷൻ ഇടണം, ഇനിയും അതിന്റെ വികസനം വരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ഏകദേശം 50 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഈ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കിയത്. ഇവിടെ എക്സ്റേ സംവിധാനം തുറന്നു, ഡയാലിസിസ് യൂണിറ്റിന്റെ മെഷീനുകൾ എത്തിച്ചു. അങ്ങനെ തുടക്കം കുറിച്ച CN ബാലകൃഷ്ണൻ ഇപ്പോ UDF ഗവൺമെന്റ് പോയി 10ാം വർഷത്തിലേക്ക് കടന്നു ഈ സർക്കാർ. എന്താ ഇവിടെ ഉള്ളത്? ഗൈനക്കോളജി ബ്ലോക്ക് പണിയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവിടെ ആകെ നടക്കുന്ന ഒരു പണി പ്രസവമാണ് ഈ ആശുപത്രിയിൽ. അതിന്റെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പ്രസവം നടക്കുന്നുണ്ട്. ആ ഗൈനക്കോളജി ബ്ലോക്ക് ഭംഗിയായി പണിയേണ്ട സമയം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. രോഗികളും ഡോക്ടർമാരും ഒരുപോലെ പരാതിക്കാരാണ്. അതിന്റെ വേണ്ടി ഒരു സമരം ഞങ്ങൾ നടത്തി ഗൈനക്കോളജി ബ്ലോക്കിന്റെ മുന്നിൽ. ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. അപ്പുറത്തെ പ്രസവവാടാണെങ്കിൽ ആകെ താഴെ മാറായിട്ട് കിടക്കുക. അപ്പൊ അതിന്റെ അർത്ഥത്തിൽ ഇപ്പൊ ആ മര്യാദക്ക് നടന്ന ഒരു കാര്യമൊന്നും നടക്കുന്നില്ല. DCC ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, കൗൺസിലർമാരായ SA ആസാദ്, അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ TV സണ്ണി, CR രാധാകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം, ഷാനവാസ് MH, KK അബൂബക്കർ, INTUC മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ്, ജയ്മോൻ MJ എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ബൂത്ത് പ്രസിഡന്റുമാരായ ശശികുമാർ മാസ്റ്റർ, വില്യംസ് NA, G ഹരിദാസ്, ടോമി പുല്ലാനിക്കാട്, കൃഷ്ണകുമാർ, സുബ്രഹ്മണ്യൻ KV, രാജേഷ് അകമ്പാടം, അമൽ അശോകൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. PCB ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.